പ്രൈസ് ദി ലോർഡ്. ഈ 2024 വർഷം ഓഗസ്റ്റ് മാസം 24 തീയതി ശനിയാഴ്ചയുടെ പകൽ സമയം ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ കർത്താവ് നൽകുന്ന സാവകാശോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇവിടെ ഉപവാസ പ്രാർത്ഥന 2ാമത്തെ ദിവസം പകൽ ഞങ്ങൾക്കും കുടുംബമായി നിങ്ങൾക്കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്ന നല്ല ദൈവമക്കൾക്കും പ്രത്യേകമായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗത്താൽ ആക്കി വച്ചിരിക്കുന്ന ഇടയെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താദാസൻ സാൻപാസ്റ്റോർത്തും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന കർത്താദാസി ബിന്ദു ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്ന ദാനം നൽകിയ കുഞ്ഞുങ്ങൾ ബിൻസമൊക്കായി അതുപോലെ ബ്ലസൻ മോഹനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെ സഹായിക്കും, അനുഗ്രഹിക്കും. ദൈവസഭയ്ക്ക് വേണ്ടുന്ന ആലോചനകൾ, അത് ദൈവിക ദൈവത്തിന് ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് ദൈവസഭയെ അറിയിച്ച് ഒന്നിച്ച് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന അവരെ നല്ല മനോഭാവത്തെ ഓർത്ത് അധ്വാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്ന ഇന്ന് പകൽ സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അത് വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്നലെ പകലും വൈകിട്ടും കർത്താനാത്മാവ് നിങ്ങളോട് സംസാരിച്ചു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് പകലും കർത്താനാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. സ്തോത്രം. പാസ്റ്ററിൻ്റെ ശുശ്രൂഷം കൂടി ഒന്നാണ്, കാരണം ഞാനന്ന് ഞായറാഴ്ച വന്നപ്പോൾ അന്ന് ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ ഇതുവരെ പാസ്റ്ററിൻ്റെ ശുശ്രൂഷ അനുഭവിച്ചില്ല. അപ്പോൾ അതിനോടും കൂടി സാവകാശം കൊണ്ടാണ് പറഞ്ഞത്. എവിടെ പോയാലും ഈ പറയുന്നത് എനിക്കാണ് കൂടുതൽ അവസരം കിട്ടുന്നത്. അതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് വേണേൽ പാസ്റ്ററുകൾ മുൻകൂറായിട്ട് അങ്ങനെ ഫോൺ വിളിച്ചതാണ്. പക്ഷേ പാസ്റ്ററിനെ തിരക്കിലായതുകൊണ്ട് മെസ്സേജ് ആയിട്ട് ഞാൻ അയച്ചത്. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു ദിവസത്തിന് 2 സെക്ഷനിലായിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, അതുപോലെ ദൈവത്തിനാത്മാവ് നിങ്ങളോട് സംസാരിച്ചത് എന്തെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിലും ഇന്ന് അതിന് തുടർച്ചയായിട്ട് ദൈവാത്മാവ് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അത് തുടക്കമായിട്ട് ദൈവാത്മാവ് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ പോയ സഭയിൽ പങ്കുവച്ച ഒരു ആലോചന തന്നെ, അതിൻ്റെ ആലോചന അല്പം കട്ടിയിൽ ആലോചനയാണ്. സ്തോത്രം. പ്രാർത്ഥനാ വിഷയമാണ്, വേറെ ഒന്നുമല്ല, കട്ടിയിൽ തന്നെ പ്രാർത്ഥനാ വിഷയമാണ്. അത് പലപ്പോഴും ആരും നമ്മൾ സഭകളത് പ്രാർത്ഥിക്കാത്ത വിഷയമാണ്. സ്തോത്രം. മാത്രമല്ല ഞാൻ പല പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള കാര്യം പങ്കുവെച്ചപ്പോൾ പാസ്റ്റർമാർക്ക് പോലും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ ദൈവത്തിന് താല്പര്യമുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് ആത്മഭാരമുള്ള വിഷയത്തെ എനിക്കതിനെ മാറ്റിക്കളയുവാൻ, പ്രാർത്ഥിക്കാതിരിക്കാൻ എനിക്ക് അവകാശമില്ല. പ്രൈസ് ലോർഡ്. അത് ഇവിടെ വെച്ച് എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാം, അത് മാറ്റി വയ്ക്കാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, വേദപുസ്തകത്തിൽ ദൈവം എഴുതിച്ച ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒത്തിരി വിഷയങ്ങളുണ്ട്, എഴുതിച്ച കാര്യം ഞാൻ മാറ്റി വെക്കുമ്പോൾ അതിന് അത് പാപമായിട്ടാണ് ദൈവം കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനമാണല്ലോ. പ്രാർത്ഥിപ്പാൻ പറഞ്ഞ കാര്യമാകുമ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. സ്തോത്രം. എങ്കിലും അതിനുവേണ്ടി തുടക്കം. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച് സമയം ഞാൻ വേണ്ടെന്ന് പറയുകയും ചെയ്ത്, കുഴപ്പമില്ല, സഭ അഥവാ കിട്ടിയാൽ പറയാം. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉള്ളിൽ അത് വേണ്ടെന്ന് വെച്ചപ്പോഴാണ് ദൈവാത്മാവ് പാസ്റ്ററിൽ നിന്ന് ഹന്നയുടെ വിഷയം പറഞ്ഞത്. സ്തോത്രം. നിയോഗത്തെക്കുറിച്ച് നമുക്ക് നല്ലോണം അറിയുന്ന ഒരു വാക്കാണ് കാരണം എൻ്റെയും ഇന്നലെ വ്യാഴാഴ്ച എനിക്ക് ഉണ്ടായ ഒരു അനുഭവമായിരുന്നു. സ്തോത്രം. നിയോഗം പ്രാപിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി കുറച്ച് 19 ട്രാക്ട് എടുത്തുകൊണ്ട് ഞാൻ പോയി. ട്രാക്ട് പക്ഷേ ആകെ ഒരു ട്രാക്ട് ആകെ ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റുള്ളൂ. 50 എണ്ണം, ഏകദേശം 50-100 ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയി ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജ് ഒരു തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് പോയി. അപ്പോൾ അവിടെയുള്ള പിള്ളേർ പോകുന്ന വരുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ കൃത്യം അവർ ഊണഴിക്കുന്ന സമയമായിരുന്നു, 12 മണി അവർ ഊണഴിക്കുന്ന ഇൻ്റർവൽ സമയമായിരുന്നു. അവരുടെ ഊണഴിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ കൈ നീട്ടി ഒന്ന് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വിലക്ക്, ഞാൻ ഒരു സംശയം. അപ്പോൾ പിന്നെന്താ നോക്കിയപ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. ഈ ട്രാക്ടറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവിടെ പോയിട്ട് പോകുന്ന വഴിക്ക് ഇത് എന്താണെന്ന് കാണുമ്പോൾ കളയും. അല്ലാത്തവർ അവിടെ പോയി ഭക്ഷണം കഴിച്ച് കൈ തുടയ്ക്കാൻ വേണ്ടി ടിഷ്യൂന് പേപ്പറായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിനെ വിലക്ക് ഞാൻ പിന്നെ കൊടുത്തില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്ന വഴിക്ക് ഞങ്ങൾ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഒരു പയ്യനെ കണ്ട് അവന് ട്രാക്ടർ കൊടുത്തു. സ്തോത്രം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വീട്ടിലൊരു പഴയ വിശ്വാസികൾ, വലിയ വീട്ടുകാരാ, 16 മാസമായിട്ട് ആ അവിടുത്തെ അച്ചായന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടപ്പില്ല. പൈസ ഉള്ളതുകൊണ്ട് അതിന് ഒത്തിരി ചികിത്സ 10 ലക്ഷം 15 ലക്ഷത്തോളം ചിലവാക്കി. മക്കൾ പുറം രാജ്യങ്ങളാണ്. അതിന് ചിലവൊക്കെ ആക്കി. അങ്ങനെ വേറൊരു പാസ്റ്റർ, ഞങ്ങൾക്ക് അറിയുന്ന ഒരു പാസ്റ്റർ, അവർ കൂട്ടുകാരനായ പാസ്റ്ററാണ്. ഞങ്ങൾ കഴിഞ്ഞ മാസം അവിടെ കൊണ്ട് ഞങ്ങൾ 3-4 പാസ്റ്റർമാർ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ ആ വഴി കൂടി പോയി. പക്ഷേ എനിക്ക് കയറാൻ താല്പര്യം, കാരണം വിശ്വാസികളുടെ വീട്ടിൽ പോകുന്നത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തവർ, എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ലാത്ത, കാരണം സഭയുണ്ട്, പാസ്റ്ററുണ്ട്, കാര്യങ്ങൾ ചെയ്തോണം. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ അല്ലെങ്കിൽ അബദ്ധവശാൽ പെട്ടുപോയാൽ നമുക്ക് പോകാല്ലാതെ അതിനായിട്ട് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ബുധനാഴ്ച ഞാൻ പോയില്ല, അതിന് മുമ്പ് കൂടി നടന്നത്. എന്നാൽ വ്യാഴാഴ്ച നിയോഗം ഉണ്ടായി.
ചെയ്യാൻ വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമല്ല നിയോഗം, എല്ലാത്തിനും. ഞാൻ പറയാൻ വരുന്നത് സഹോദരൻ, ഇന്നലെ പറഞ്ഞ എടുത്ത് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ രണ്ടാമത്തെ സഭയാണ്. അന്യ എവിടെ പോകുന്നത് അത് പറയാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ചായ ഉണ്ടാക്കാൻ പോലും നിയോഗം പ്രാപിക്കണം. ചായ അപ്പോൾ അവിടെയുള്ള ദൈവമക്കളെല്ലാം അന്തം വിട്ട്, സഹോദരിമാർ അന്തം. ചായ ഉണ്ടാക്കാൻ വേണ്ടി നിയോഗം വേണം. ചായ ഉണ്ടാക്കാനാണെങ്കിലും സ്തോത്രം നിയോഗം പ്രാപിക്കണം. എന്നാൽ അത്രത്തോളം ദൈവത്തോടുള്ള ബന്ധം, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്ന ഒരു അനുഭവം. പരിശുദ്ധാത്മാവ് ചായ ആണെങ്കിലും, കാരണം എന്താ ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം, അല്ലെങ്കിൽ വേറെ വാക്ക്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിയോഗം, അല്ലെങ്കിൽ ആ ആലോചന കർത്താവിനോട് ചായ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കണം. കുട്ടപ്പൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി ആലോചന ചോദിക്കണം. വേണം. എല്ലാത്തിനും പ്രാർത്ഥിക്കുവാൻ ഇടവിടാതെ എല്ലാ ഇടയ്ക്ക് ബാക്കി തെറ്റിപ്പോയി. ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും സ്തോത്രം ചെയ്യാനും എല്ലായ്പ്പോഴും സന്തോഷിപ്പാനും. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നല്ല, എൻ്റെ പ്രാർത്ഥനയിൽ എന്താണ്? ദൈവത്തോടാണ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവൻ ആലോചന തരും. സ്തോത്രം. അപ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിൽ പോയപ്പോൾ അവർ തിരക്കിലായിരുന്നു. ഫ്രിഡ്ജ് കേടായിരുന്നു. അച്ചായൻ എണീറ്റ് മൂത്രമൊഴിച്ച് വോക്കർ വെച്ച് നടന്ന് വന്ന് കയറി കൊണ്ട് തന്നെ ആൻറ്റി പറഞ്ഞു തിരക്കാണ്, പിന്നെ എപ്പോഴും ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. സ്തോത്രം. മാത്രമല്ല ഒരു മോനും വൈഫ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെ കണ്ടപ്പോഴത്തേക്കും വേഗം പുറത്തേക്ക് പോയി. പുറത്തേക്ക് തന്നെ അപ്പുറത്തേക്ക് പോയി. ഒരു സ്തോത്രം പോലും പറഞ്ഞില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ അവർ നമ്മുടെ ഇവിടുത്തെ പുതിയ വടക്കൻ ഭാഗത്ത് അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഈ തെക്കോട്ടൊക്കെയാണ് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പലതും പാസ്റ്ററാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരനാണെങ്കിൽ 100 രൂപയെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമാണല്ലോ എന്ന്. അപ്പോൾ ആ ചിന്തയിലായിരുന്നു അവർ ആദ്യത്തെ തവണ പോയപ്പോൾ എനിക്ക് തന്നായിരുന്നു, വേറെ വിഷയം. പക്ഷേ അതൊന്നും ചിന്തിച്ചില്ല. കർത്താവിൻ്റെ ആത്മാവ് നിയോഗിച്ച ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. എനിക്ക് അന്ന് പോയപ്പോൾ നല്ല പൊട്ടലായിരുന്നു. അവരുടെ വീട്ടിൽ ഞാൻ ഇവിടെ പറഞ്ഞു തോന്നുന്നു, ചില വീട്ടിലൊക്കെ പോകുമ്പോൾ പൊട്ടി ഒലിക്കുമായിരുന്നു. അപ്പോൾ അവിടെ പൊട്ടി ഒലിച്ചായിരുന്നു. പക്ഷേ സൗഖ്യം പ്രാപിച്ചവ മെഞ്ഞാന്ന് പോകണമെന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുക. എൻ്റെ കാര്യം, അവരുടെ കാര്യമല്ല, എൻ്റെ സൗഖ്യം പ്രാപിച്ച കാര്യം പറയാൻ വേണ്ടി. ഇത് പിന്നെയും പൊട്ടുവിട്ടോ, അത് വേറെ വിഷയം. എങ്കിലും ഇപ്പോൾ സൗഖ്യമായെന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ്. മാത്രമല്ല അവരോട് അന്ന് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇവർ ഒരു സഹോദരി നിമിത്തമാണ്, ഒരു ഹൈന്ദവ സഹോദരി നിമിത്തമാണ് ആക്സിഡൻ്റ് ആയത്. പക്ഷേ ആ സഹോദരിയുടെ പേരും നാളെ ഇവർക്ക് അറിയില്ല. നല്ലൊരു വിശ്വാസി. ദേവാത്മാവിനോടപ്പോൾ ഞാൻ അവിടെ കരഞ്ഞു. ദേവാത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ കരഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത്രയും വലിയ ദുഃഖം എന്താ ദേവാത്മാവിനോട് പറഞ്ഞപ്പോൾ. പിന്നെ ചോദിച്ചു വന്നപ്പോൾ ഇവർക്ക് ആക്സിഡൻ്റ് ആയ നിമിത്തം അല്ലെങ്കിൽ കാരണക്കാരനായ ആ സ്ത്രീയുടെ പേരും നാളൊന്നും അറിയില്ല. കേസ് കൊടുത്തില്ല. അത് വലിയ കാര്യമാണ്. അത് ഞങ്ങളോടും പറയുന്നു. എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാരോടും പറയും ഞങ്ങൾ കേസൊന്നും ഞങ്ങൾ വിശ്വാസികളാണ്. അപ്പോൾ കേസും, പക്ഷേ ഏത് കാരണം അവർ ആക്സിഡൻ്റായി, അവർക്ക് ഇത്ര 10-15 ലക്ഷം ചിലവായി, ആ ആളെ കുറിച്ച് ആളുടെ പേരറിയില്ല. എന്തിനു വേണ്ടിയാ? അവരോടത്ത് പ്രാർത്ഥിക്കാൻ. ഞാൻ പക്ഷെ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് പ്രാർത്ഥിച്ചു. ആ പുള്ളിക്കാരത്തി അത് കേട്ടില്ല. എന്നോട് ചോദിച്ചു പാസ്റ്റർ ശുശ്രൂഷ ഉണ്ടോന്ന്, എന്നാ പ്രവചനം പറയുമെന്ന്. എത്രയോ പ്രവചനം 16 മാസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ഞാനല്ല പ്രാർത്ഥനയിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് ഓർപ്പിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്താ? ഇവർക്ക് അറിയാത്ത ആര് നിമിത്തം ആക്സിഡൻ്റ് ആയത് ആ കുടുംബം രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. അവർ കുടുംബമായിട്ട് രക്ഷിക്കപ്പെടണം. ആ സഹോദരി മാത്രമല്ല, കുടുംബമായിട്ട് രക്ഷിക്കപ്പെടണം. സ്തോത്രം. എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും മലയാളത്തിൽ പ്രാർത്ഥിച്ചിട്ടും കേട്ടില്ല. പിന്നെ അവസാനം ചോദിച്ച് പ്രാർത്ഥന ശുശ്രൂഷ ഉണ്ടോയെന്ന്. സ്തോത്രം. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ വളരെ ദുഃഖത്തോടെ ഞാൻ ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു കർത്താവേ അങ്ങ് നിയോഗം തന്നിട്ട് ഞാൻ പോയി. അപ്പോൾ ദൈവാത്മാവ് പറയും എല്ലാ നിയോഗങ്ങളും ഞാൻ തരുന്നതാണ്, പക്ഷെ എല്ലാം ഫലമല്ല. പല നിയോഗങ്ങൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്നത് ഞാൻ ചില അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്, ചില അനുഭവങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും നല്ല ഉദാഹരണം യേശു ക്രിസ്തു. നിയോഗത്താൽ വന്നവൻ, നിയോഗിച്ച് അയച്ചവൻ എല്ലാം പ്രൈസിലും ഉണ്ടായിട്ടും ഈ ലോകത്തിൽ വന്ന് സകലരെയും രക്ഷിച്ചില്ല. പോട്ടെ, വേണ്ട, ഇസ്രായേലിൽ തന്നെ എല്ലായിടത്തും യേശു പോയില്ല. ഇസ്രായേൽ മുഴുവനും യേശു നടന്നില്ല കേട്ടോ. സ്വതന്ത്രം. എല്ലാവരെയും സൗഖ്യമാക്കിയില്ല. യേശു എല്ലാവരെയും സൗഖ്യമാക്കിയെങ്കിൽ ശിഷ്യന്മാർക്ക് ആരെങ്കിലും ബാക്കി ഇല്ലാവുമായിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് ബാക്കി കൊടുത്തു. സ്തോത്രം. എന്ത് ചെയ്തു? അപ്പം നല്ലൊരു ഗുരുവല്ലേ, നല്ലൊരു കർത്താവ് എന്ത് ചെയ്തു? അവൻ തനിക്ക് വേണ്ടി സ്വാർത്ഥ മനോഭാവം ഇല്ലാത്ത ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. യേശു എല്ലാവരെയും ഉയർപ്പിച്ചില്ല, എല്ലാവരെയും സൗഖ്യമാക്കി. കാരണം എന്താണ്? തനിക്ക് പിൻപറ്റുന്ന ഒരു ജനമുണ്ട്. അവർ ഈ അടയാളങ്ങൾക്ക് ചെയ്യണ്ടേ, അത്ഭുതം ചെയ്യണ്ടേ, ഭൂതങ്ങൾ പുറത്താക്കണ്ടേ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. നിയോഗം പ്രാപിച്ചവൻ തന്നെ എല്ലാ കാര്യം ചെയ്തില്ല. സ്തോത്രം. നിയോഗിപ്പെട്ട ഒരു വാക്യം വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 21-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായം 21-ാം വാക്യം.
2 പത്രോസ് 1-ന്റെ ആ പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്തിൽ വന്നതല്ല, അല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവ കൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് അവർ സംസാരിച്ചതാ. അവർ സംസാരിക്കും വേണം, പ്രവർത്തിക്കും വേണം. എന്താ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നാം ഓരോ കാര്യവും ചെയ്യണം. അതവനെ ചായ ആണെങ്കിലും അല്ല ഒരു പച്ചവെള്ളം എടുക്കുകയാണെങ്കിലും സ്വതന്ത്രം പറഞ്ഞ് എടുക്കുവാൻ. ഒത്തിരി നേരം അതുമേ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സമയമില്ല. എപ്പോഴും ബസ് കയറുമ്പോൾ പ്രാർത്ഥിക്കുവാൻ, ബസ്സിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ. ദൈവാത്മാവ് ഓർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉപവാസ പ്രാർത്ഥനയാണല്ലോ പോകുന്നത്. വേറെ കൈമിച്ച് പോയിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുമ്പോൾ അത് പറയാൻ പറ്റിയാലും പറ്റില്ലെങ്കിലും ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു കാര്യമായിരുന്നു. നിങ്ങളുടെ പുറത്തുള്ള മക്കളെ, നിങ്ങളുടെ കൂടെ ഇല്ലാത്ത മക്കൾ, കൊച്ചുമക്കളെ വീഡിയോ കോൾ ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ. സ്തോത്രം. ഇന്നത്തോടെ വീഡിയോ കോളിൽ പ്രാർത്ഥിക്കണം. എന്താ അങ്ങനല്ല, കുടുംബ പ്രാർത്ഥന ഒത്താൽ 10, 15, അര മണിക്കൂറോ എന്തായാലും ഫ്രീ ആണല്ലോ. കുടുംബ പ്രാർത്ഥന അവരോട് കൂടെ ഒരു അരമണിക്കൂറെങ്കിലും കുടുംബ പ്രാർത്ഥന ചെയ്യുവാൻ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ? ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഏത് സമയത്ത് വീഡിയോ കോൾ, അന്ന് കൊച്ചു ഫോൺ വന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങളും തിരുവല്ലയിലുള്ള ബൈബിൾ മിനിസ്ട്രി, ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന മിനിസ്ട്രിയിലെ ഒരു ദൈവദാസൻ കുടുംബമായിട്ട് അവരന്ന് സമയത്ത് ഒത്തിരി കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് സഭയിലൊന്നും പോകാൻ പറ്റാതെയും ആ വേല ചെയ്യാൻ പറ്റാതെ ഒക്കെ ഭാരപ്പെട്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ ദൈവാത്മ എന്നോട് പറഞ്ഞു, നീ അവരോട് വിളിച്ചു പറയാൻ സ്വന്തം രാത്രി സമയങ്ങൾ 1 മണിക്കൂറോളം അന്ന് ഫ്രീ ഉണ്ടായിരുന്നു. BSNL പിന്നെ ഏത് സിനിമ മറന്നുപോയി. പക്ഷെ എന്തായാലും ഫ്രീ കോൾ ഒത്തിരി ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം അവർ അപ്പനും അമ്മയും, ഭാര്യയും ഭർത്താവും, അതേ മോളും, പിന്നെ 2 ആമക്കൾ ഇരട്ടകൾ, ഇവരെല്ലാം അവർ 5, ഞങ്ങൾ 2, 7 പേര് അതേ ഫോൺ ഓൺ ചെയ്യും. സ്വത്രം പ്രാർത്ഥിച്ചു തുടങ്ങും. നമ്മളിവർ സഭാഗം ചെയ്യുന്ന പോലെ പ്രാർത്ഥിച്ചു തുടങ്ങും. സ്വത്രം പാട്ടുകൾ പാടും. അത് അവർ പാടുന്ന ഒരു സ്റ്റാൻസുള്ളൂ, പിന്നെ ആത്മാവില്ല. പുള്ളിക്കാരത്തി കുറച്ചും കൂടെ എരിവുള്ള ആളാണ്. അപ്പോൾ ഒരു സ്റ്റാൻസേ പാടുകയുള്ളൂ, ബാക്കി പിന്നെ ആത്മാവ് തന്നെ അന്യഭാഷയില്ല, പിന്നെ പാടില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആയി. പിന്നെ ഭാഗം വായിക്കും, വചനത്തിൽ വായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിക്കും, ആമേൻ പറയും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ കോൾ കണ്ട് ചെയ്യാൻ പറ്റും. അരമണിക്കൂർ, കുറഞ്ഞ അരമണിക്കൂർ എങ്കിലും നിങ്ങൾ മറ്റുള്ള പ്രാർത്ഥന വേറെ. ഞാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് നിങ്ങളെ മക്കളോട് ചേർന്ന് അരമണിക്കൂർ, അവരുടെ സമയം നിങ്ങളുടെ സമയം, ചിലപ്പോൾ അവരുടെ രാപ്പകൽ വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ അതിനു വേണ്ടി ഒന്ന് അധ്വാനിക്കുവാൻ കർത്താവിന് ആത്മാവ് ആഗ്രഹിക്കുന്നു. വിഷയങ്ങൾക്ക് അതേ ദൈവപ്രവൃത്തി, അതേ ഒരു പ്രവൃത്തിക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ നാം അത് കുടുംബമായി ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിമിത്തം ദൈവം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇവിടെ പറയാണ്, അത് ആത്മനിയോഗത്താൽ പ്രവർത്തിക്കുവാൻ, അത് പ്രവചിക്കുവാൻ അല്ല, ഓരോ കാര്യം ആത്മനിയോഗത്താൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് മോശ ആത്മനിയോഗം പ്രാപിച്ച് ഒരു തവണയല്ല 10 തവണയാണ് കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഹന്നയ്ക്ക് എത്ര വർഷം? ഏകദേശം 10, 15 വർഷം, 20 വർഷം ആണ് ഹന്ന മക്കളില്ലാതെ ജീവിച്ചെന്ന് പറയുന്നു. ചരിത്രം പറയുന്നു. ഈ ഓരോ തവണ ഹന്ന പോകുമ്പോഴും അവിടെ പോകാനുള്ള കാരണം എന്താണ്? വീട്ടിൽ സ്വസ്ഥതയില്ല. നമ്മളെല്ലാവരും പ്രതിയോഗിയുണ്ട്. ദൈവമാക്കി വെച്ചതാണ്. എന്തിനുവേണ്ടി? എപ്പോഴും നീ ആലയത്തിൽ പോകാൻ വേണ്ടി. ദൈവം എന്നിട്ട് 15 വർഷം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല. കാരണം എന്താണ്? അവളുടെ ഹിതപ്രകാരമല്ല, അവളുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥനയല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിനൊരു ഹിതമുണ്ട്, അത് നീ അറിയണം. നീ അത് പ്രകാരം പ്രാർത്ഥിക്കണം. എന്താണ് ദൈവത്തിന്റെ ഹിതപ്രകാരം? അവൾ ആ സമയം അത് മനസ്സിലാക്കിയപ്പോൾ അന്ന് അവൾ സമർപ്പിച്ചു. അവളോട് നേർച്ച നേർന്നു. എന്താണ് വചനം ദുർബലമായ സമയം ഏലി പുരോഹിതനും അവന്റെ മക്കളും അതേ വസ്ത്രമായിരിക്കുന്ന അനുഭവത്തിലും ഏലിക്ക് അതേ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലും അവൾ പറയാ, എനിക്കൊരു പുരുഷനെ നീ തന്നാൽ ഞാൻ അങ്ങനെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. വേലയുടെ അവസ്ഥ മോശമാണ്, ദേവദാസന്മാരുടെ അവസ്ഥ മോശമാണ്. പക്ഷെ എന്നിട്ടും ആ സഹോദരി കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആരെ ആക്കണം? ശമ്മേൽ അവളുടെ വയറ്റിൽ നിന്ന് വരണം. അവനെ ദൈവം എന്ത് ചെയ്യും? ദാൻ മുതൽ ബേർശേബ വരെ ഇന്നും ഈ 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഇസ്രായേൽ എല്ലാം അവരെ വിശ്വസിക്കുന്നതാണ്. അവൻ ഏറ്റവും വലിയ പ്രവാചകൻ. ഇന്നും ഇത്രയും ആണ്ടുകളായിട്ട് 4000-3000 വർഷമായിട്ട് ഇന്നും ആരും വിശ്വസിക്കുന്നതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് നമ്മുടെ മക്കളെ ഒന്നും സംഭവിക്കുന്നതെന്ന് അല്ല ഞാൻ പറയാൻ പറ്റുന്നത്. അത് പ്രയോജനമല്ല, തെറ്റായ പ്രയോജനം. പക്ഷേ സ്തോത്രം, ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ഒരു നിയോഗം അവൾക്ക് ഓരോ തവണ നിയോഗമുണ്ടായിരുന്നു. നിയോഗമില്ലാതെ ആരും പോകില്ലല്ലോ. കാരണം അവൾ ശൂന്യമാണ്. ഓരോ തവണ പോയി വരുമ്പോൾ അവൾക്ക് മറുപടിയില്ല. പക്ഷെ എന്നിട്ടും വീണ്ടും ദൈവാത്മാ നിയോഗം തരുമ്പോൾ അവൾ പോവുകയാണ്. ചേർന്ന് അതോട് ചേർന്ന് മോശ 10 തവണ പോയി. എന്ത് ചെയ്യണം? വെറും
പാമ്പിനെ തവളയാക്കുന്ന വിഷയമല്ല. അത്ഭുതം ദൈവം ചെയ്തു.